എൻ്റെ പേര് മിനി എന്നാണ്. ഞാനിവിടെ ഭാരത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 16 വർഷം കഴിഞ്ഞു. ഇവിടെ നമ്മുടെ ചൈതന്യത്തിലുള്ള വിസിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡോക്ടേഴ്സിൻ്റെ ഒരു വിസിറ്റ് ആഴ്ചയിൽ ഒരു ദിവസമുണ്ട്, ആ സമയത്ത് വരും. അല്ലാതെ എന്ന് പറയുന്നത് നമുക്കിവിടെ കിടക്കുന്ന പേഷ്യൻസ് എന്ന് പറയാൻ പറ്റത്തില്ല, അച്ഛനമ്മമാരുണ്ട്. അപ്പോൾ അവരെ എന്ന് പറയുന്നത് നമ്മൾ നോക്കാനായിട്ട് എന്തെങ്കിലും ഒരു എമർജൻസി ഉള്ള സമയത്ത് ഇവിടെ നമുക്ക് 24 hours നേഴ്സുമാരുണ്ട്. അവരെന്തെങ്കിലും ആവശ്യങ്ങൾ പറയുക, ഇപ്പോൾ പേഷ്യൻ്റ് ഒന്ന് സിക്കായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ആംബുലൻസുമായിട്ട് ഇവിടെ വന്ന് പേഷ്യൻസിനെ ഇവിടെ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. ഇല്ല, രോഗങ്ങളായിട്ട് വരുന്നവരില്ല. കാരണം റെഗുലറായിട്ട് നമുക്കിവിടെ താമസിക്കുന്നവരുണ്ട്. അതിനകത്ത് 1-2 പേർക്കേ ഉള്ളൂ ഇടയ്ക്ക് ഒരു ശ്വാസമുള്ളോ അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസിൽ ചെയ്യേണ്ട ഒരു അവസ്ഥ വരിക. അങ്ങനെ നമുക്കൊരു IV മെഡിസിൻസും ഒക്കെ എടുത്ത് ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ മാത്രമേ നമുക്ക് ഇവിടുന്ന് നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. നമ്മുടെ ചൈതന്യത്തിൽ എന്ന് പറയുന്നത് ആദ്യമായിട്ടൊരു അഡ്മിഷൻ അല്ലെങ്കിൽ ഒരു എൻട്രി ഒരാൾക്ക് കൊടുക്കുമ്പോൾ എന്ന് പറയുന്നത് നമ്മൾ ബേസിക്കായിട്ട് നമുക്ക് അവർക്കൊരു മെഡിക്കൽ റെക്കോർഡ് നമുക്ക് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. കാരണം അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുന്നവരായിരിക്കും. അപ്പം നമ്മൾ അങ്ങനെ ഒരു റെക്കോർഡ് ഇവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ തന്നെ സമയത്ത് അഡ്മിഷൻ സമയത്ത് തന്നെ ബേസിക്കായിട്ടുള്ള ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ചെയ്യാറുണ്ട്. അതെല്ലാം തന്നെ ഡോക്ടറെ കാണിച്ച് നമ്മൾ ഡോക്ടറിൻ്റെ ഒരു വിസിറ്റ് ആ ദിവസം തന്നെ കാണും. ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം തന്നെ റിപ്പോർട്ടെല്ലാം റെഡി ആയി കഴിയുമ്പോൾ തന്നെ ഡോക്ടർ ഇവിടെ വന്ന് നമ്മുടെ ആൾക്കാരെ കാണും. കണ്ട ശേഷം അവർ എല്ലാ കാര്യങ്ങളും റെക്കോർഡിക്കലി എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുന്നുണ്ടെങ്കിൽ അതെല്ലാ കാര്യങ്ങളും ആ റെക്കോർഡിക്കലി ആയിട്ട് നമ്മളത് സേവ് ചെയ്ത് വെച്ചിരിക്കും. അപ്പം നമുക്കെന്ന് പറയുന്നത് പിന്നെ നേഴ്സസ് ഉണ്ട്. നേഴ്സസിനോടാണെങ്കിലും നമ്മൾ അവർ 3 നേരവും അവരുടെ വൈറ്റൽസ് എന്ന് വെച്ചാൽ BP, ഹാർട്ട് റേറ്റ്, പൾസ്, സാച്ചുറേഷൻ ഇത്രയും കാര്യങ്ങൾ അവരെടുത്ത ശേഷം അവരും ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്കൊരു വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് അയച്ചു തരും. നമ്മളത് എന്തെങ്കിലും ഒരു വേരിയേഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ആ ഡോക്ടേഴ്സിനെ അത് കാണിക്കും. കാണിച്ചിട്ട് ചിലപ്പോൾ BP കൂടുതലായിരിക്കും, നമ്മൾ മോണിറ്റർ ചെയ്യാൻ അവരോട് വീണ്ടും വിളിച്ച് പറയും. വിളിച്ച ശേഷം പിന്നെയും കൂടുതലാണെങ്കിൽ ഡോക്ടർ വന്ന് അവരെ നേരിട്ട് കണ്ടിട്ട് ചിലപ്പോൾ മെഡിസിൻസ് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മളത് സ്റ്റാർട്ട് ചെയ്യും. നമ്മളപ്പോൾ മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഫാർമസിയിൽ നിന്ന് തന്നെ മെഡിസിൻസ് നമ്മൾ അപ്പം തന്നെ ഇവിടെ എത്തിച്ച് പേഷ്യൻസിന് അത് കൊടുക്കുകയും ചെയ്യും. പിന്നെ അതിന് ശേഷം നമ്മളത് മോണിറ്റർ ചെയ്യും, എങ്ങനെയുണ്ട്, BP കുറയുന്നുണ്ടോ, എങ്ങനെയാണ് നിൽക്കുന്നതിനനുസരിച്ച് നമ്മൾ ഡോക്ടറിനെ വീണ്ടും കാണിച്ചു ആ വീണ്ടും റീ എൻട്രി ഉള്ള BP ഒക്കെ തന്നെ നമ്മൾ അവരുടെ മെഡിക്കൽ റെക്കോർഡിൽ കാണിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ ഫോളോ അപ്പ് കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഡോക്ടേഴ്സിൻ്റെ വിസിറ്റ് ആഴ്ചയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആഴ്ചയിലൊരു വിസിറ്റ് ഉണ്ട്. ഇനി എമർജൻസി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ 24 hours നമ്മുടെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്ത് തന്നെയാണ്, 1 kilometer പോലും ദൂരമില്ല. ഡോക്ടേഴ്സ് വേണമെങ്കിൽ ഡോക്ടേഴ്സ് വന്ന് കാണും, സിസ്റ്റേഴ്സ് വന്ന് കാണേണ്ട കേസ് ഉണ്ടെങ്കിൽ സിസ്റ്റേഴ്സ് വന്ന് കാണും. നമുക്കതുപോലെ തന്നെ ഇവിടെ നിന്നൊരു പേഷ്യൻസിനെ നമുക്ക് ഹോസ്പിറ്റലിൽ ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യവും നമുക്ക് 24 hours ഉണ്ട്. പിന്നെ ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. മെഡിസിൻസ് 3 നേരം കഴിക്കുന്ന പേഷ്യൻസ് ഉണ്ട്, ഇൻഹേലർ എടുക്കുന്നവരുണ്ട്. അപ്പം അവർക്കൊക്കെ വേണ്ടി ഇൻഹേലർ, മെഡിസിൻസ്, പിന്നെ ഡയറ്റീഷ്യൻ. ചിലർക്ക് ഡയബറ്റിക് ആയിരിക്കും, അവർക്ക് ഡയറ്റിനെ കുറിച്ചൊക്കെ തന്നെ ഡയറ്റീഷ്യൻ നമുക്ക് ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അവരിവിടെ വന്നിട്ടാണെങ്കിലും ഡയറ്റ് ഏത് തരത്തിലുള്ള ഡയറ്റാണ് കൊടുക്കേണ്ടതെന്ന്, ചിലർക്ക് ഗ്യാസ്ട്രൈറ്റിസ് പ്രോബ്ലം ഉള്ളവർ കാണും. അപ്പോൾ എരിവുള്ള ഫുഡ് അല്ലെങ്കിൽ സ്പൈസി കൂടുതൽ കാണാൻ പാടില്ല. അപ്പോൾ അതൊക്കെ പറഞ്ഞ് അതിനനുസരിച്ചുള്ള ഫുഡ് അവർക്ക് കൊടുക്കും. ഡയബറ്റിക്കാർക്ക് ഡയബറ്റിക് ഡയറ്റ് ഏതാണെന്ന് വെച്ചാൽ അതനുസരിച്ച് കൊടുക്കും. ഹൈപ്പർടെൻസീവ് ആണെങ്കിൽ അതിനുള്ള ഡയറ്റും കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഡയറ്റീഷ്യൻ തന്നെ വന്ന് അതിനുള്ള ഡയറ്റൊക്കെ ഇവിടെ പറഞ്ഞു കൊടുത്ത് ഇവിടെ നമുക്ക് കുക്കുണ്ട്. കുക്ക് അതനുസരിച്ചുള്ള ഫുഡും കാര്യങ്ങളെല്ലാം തന്നെ നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സിസ്റ്റേഴ്സിൻ്റെ കാര്യമാണെങ്കിൽ 24 hours നമുക്കിവിടെ സിസ്റ്റേഴ്സ് ഉണ്ട്. അവർ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫാണ്, നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ സ്റ്റാഫാണ്. അവരിവിടെ വന്ന് പേഷ്യൻസിനോടാണെങ്കിലും നല്ലൊരു എന്നാ പറയുന്നത് ഒരു ഫ്രണ്ട്ലി ആയിട്ടൊരു അറ്റ്മോസ്ഫിയറാണ്. അത് നമുക്ക് ഇവിടുത്തെ വിസിറ്റിൽ തന്നെ നല്ല മനസ്സിലാക്കാൻ പറ്റും. അച്ഛനമ്മമാരാണെങ്കിലും അവരോടുള്ളൊരു പെരുമാറ്റവും അവരെ കാണുമ്പോൾ ഉള്ളൊരു സന്തോഷവും കാര്യങ്ങളും എല്ലാം തന്നെ നല്ലൊരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മുടെ ചൈതന്യത്തിൽ താമസിക്കുന്ന അച്ഛനമ്മമാർക്ക് വേറുള്ള ഫെസിലിറ്റീസ് എന്തെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ യോഗ നടത്തുന്നുണ്ട്. ആഴ്ചയൊരിക്കൽ യോഗ ടീച്ചർ വരും. ടീച്ചർ വരുന്ന സമയത്ത് അച്ഛനും അമ്മമാരും ഒക്കെ ഇവിടെ താഴെ തന്നെ നമുക്കൊരു ഹോള് കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ വന്ന് യോഗ ചെയ്യാറുണ്ട്. അതിൽ ചിലപ്പോൾ ഏജ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അവർക്ക് താഴെ വരാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് ലിഫ്റ്റ് കാര്യങ്ങൾ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ലിഫ്റ്റിൽ സിസ്റ്റർമാർ തന്നെ അസിസ്റ്റ് ചെയ്ത് അവരെ താഴെ കൊണ്ടുവന്നിട്ട് പറ്റുന്ന രീതിയിൽ അവർ ചെയറിലിരുന്ന് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ചെയറിലിരുന്ന് ചെയ്യും. ചിലർ നമ്മുടെ ഗ്രൗണ്ടിലിരുന്ന് ചെയ്യത്തക്ക രീതിയിൽ അത് നല്ലപോലെ ചെയ്തു വരുന്നുണ്ട്. അതിലവർ നല്ല ഹാപ്പിയാണ് എല്ലാവരും തന്നെ. പിന്നെയെന്ന് പറയുന്നത് ഒരു എൻ്റർടൈൻ വേറെ പറയുന്നത് സിനിമ എന്ന് പറയുന്നത് ഹോം തിയേറ്റർ നമുക്കിവിടെ നല്ലൊരു ഫെസിലിറ്റീസാണ്. അവർക്ക് വേണ്ട നമ്മുടെ മാനേജറായിട്ട് അരുണ് അതിനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു കൊടുക്കും. അവർ പറയുന്ന ഒരു സമയത്ത് നമ്മൾ വന്നിട്ട് അവർക്ക് വേണ്ട സിനിമ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു കൊടുക്കും. അവർക്ക് നല്ലൊരു ഹോം തിയേറ്ററാണ് ഇവിടെ ഉള്ളത്, നല്ലൊരു എൻലാർജ്ഡ് ആയിട്ടുള്ളതാണ്.
അതിലും അവരത് ഹാപ്പിയാണ്. കാരണം അവർക്കൊക്കെ പുറത്ത് പോയി ചിലപ്പോൾ സിനിമ കാണാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് പകുതി സിനിമ കണ്ടിട്ടാണെങ്കിലും നെക്സ്റ്റ് ഡേ ആയത് കണ്ടിന്യൂ ചെയ്ത് അത്രയും നേരം ഇരിക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ അതനുസരിച്ച് അവരുടെ സൗകര്യം അനുസരിച്ച് നമ്മളത് ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മൾ ചൈതന്യത്തിൽ പോസ്റ്റ് ചെയ്ത നഴ്സസിൻ്റെ ട്രെയിൻഡ് ആയിട്ടുള്ള നഴ്സസിൻ്റെ ഷിഫ്റ്റ് അവർ 3 ഷിഫ്റ്റാണ്. 3 ഷിഫ്റ്റ് അവർ ഇവിടെ വരും. അവർ ഓരോ ഷിഫ്റ്റിലെ ഹാൻഡ് ഓവർ കാര്യങ്ങളെല്ലാം എടുക്കും. പേഷ്യൻസ് കഴിച്ചോ, ഫുഡ് കഴിച്ചോ, മെഡിസിൻ കഴിച്ചോ, അവരുടെ എല്ലാം ഉള്ള മെഡിക്കൽ റെക്കോർഡും കാര്യങ്ങളും എല്ലാം തന്നെ അവർ തന്നെ ഹാൻഡ് ഓവർ ഓരോ ഷിഫ്റ്റിനും നമ്മൾ ചെയ്യാറുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ചൈതന്യം എന്ന് പറഞ്ഞൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ നമ്മുടെ വൈറ്റൽസും കാര്യങ്ങളും എല്ലാം തന്നെ ഇട്ട് തരും. നമ്മളത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡോക്ടേഴ്സിനെ അത് നമ്മൾ കാണിക്കാറുണ്ട്. എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ പറയാനായിട്ടുള്ളത് നമുക്ക് ഒരു ICU രീതിയിലുള്ള റൂംസ് നമുക്ക് നേരത്തെ ഇവിടെ കിടന്നിട്ടുണ്ട്. പേഷ്യൻസ് കിടന്നിട്ടുള്ളത് ട്രക്കിയോസ്റ്റമി വരെ ചെയ്തിട്ടുള്ള പേഷ്യൻസും കൂടെ കിടന്നിട്ടുണ്ട്. സക്ഷൻ ചെയ്യണമായിരുന്നു, ഓക്സിജൻ കൊടുക്കണമായിരുന്നു, ഓൺ ബൈപ്പാപ്പി വരെ കിടന്ന പേഷ്യൻസും ഉണ്ടായിരുന്നു. നമുക്ക് ആ ഫെസിലിറ്റീസ് എല്ലാം തന്നെ നമ്മുടെ റൂമുകളിലെല്ലാം തന്നെ ഉണ്ട്. നല്ലൊരു മിനി ICU എന്ന് പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ അത് നമ്മൾ ചൈതന്യത്തിലത് പേഷ്യൻസിന് വേണ്ടി നമ്മളത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് നമുക്ക് വേറെ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ഫിസിയോതെറാപ്പി ചില അമ്മമാർക്ക് തന്നെ നടക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്കൊരു നമുക്ക് മെഡിക്കൽ പരമായിട്ട് ഫിസിയോതെറാപ്പിയുടെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ടുള്ളവർക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ട്രെയിൻഡ് ആയിട്ടുള്ള ഫിസിയോതെറാപ്പിസ്റ്റ് വന്ന് അവരെ നടത്തിപ്പിച്ചു. അവർക്ക് വേണ്ട അപ്പർ അല്ലെങ്കിൽ ലോവർ എക്സ്ട്രിമിറ്റീസിൽ വേണ്ട എക്സസൈസ് കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞും കൊടുത്തു. കൂടെയുള്ള സ്റ്റാഫിനെ അവർ ട്രെയിൻ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ അവരും ചെയ്തു കൊടുക്കാനുള്ള സൗകര്യങ്ങൾ നമ്മളിവിടെ ചെയ്തു വരുന്നുണ്ട്. പിന്നെ പറയാനുള്ളത് പുറത്ത് പോകണമെന്ന് ചിലർക്ക് ആഗ്രഹം കാണും, പുറത്ത് പോകണമെന്നൊക്കെ തന്നെ. ഇവിടെ അടുത്ത അമ്പലങ്ങളുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള ആരാധനാലയങ്ങളുണ്ട്, ഷോപ്പിങ്ങിന് പോകണം. അപ്പം അതിനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ നമ്മൾ വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്ത് ഇപ്പം നമ്മുടെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മാനേജർ തന്നെ അതെല്ലാം തന്നെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. ഈവൻ പുറത്തു നിന്നുള്ള എന്തെങ്കിലും ആഹാരം വേണമെങ്കിൽ തന്നെ ആണെങ്കിലും അതിനുള്ള സൗകര്യങ്ങളും നമുക്ക് അവർക്കത് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു നല്ലൊരു ഹോംലി അറ്റ്മോസ്ഫിയറാണ്. അവരവരുടെ വീട്ടിലെങ്ങനെ താമസിച്ചോ അതേ രീതിയിലാണ് ചൈതന്യത്തിലും അവർ സന്തോഷമായിട്ട് താമസിക്കുന്നത്.